അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ട്വീറ്റ് ട്രൂത്ത് സോഷ്യലിൽ അയാൾ എഴുതിയ ഒരു പോസ്റ്റ് ഞാനിവിടെ വായിക്കാം. അതിന്റെ മലയാള പരിഭാഷ ഏകദേശം ഇങ്ങനെയാണ്: ഇറാന്റെ പുതിയ റെജീം പ്രസിഡന്റ് മുൻഗാമികളെക്കാൾ വളരെ കുറഞ്ഞ തീവ്രതയുള്ളവനും കൂടുതൽ ബുദ്ധിമാനുമായിട്ടുള്ള ഒരാളാണ്. അമേരിക്കയോട് ഒരു വെടിനിർത്തലിനായിട്ട് അദ്ദേഹം ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായും സ്വതന്ത്രമായും തുറക്കുമ്പോൾ മാത്രമേ നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ. അതുവരെ നമ്മൾ ഇറാനെ തകർത്തെറിയും, അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ അവരെ കല്ലിയുഗത്തിലേക്ക്, അതായത് പഴയ സ്റ്റോൺ ഏജിലേക്ക് തിരിച്ചയക്കും എന്ന് പ്രസിഡന്റ് ട്രംപ് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് പിന്നാലെ ഇന്ത്യയിലടക്കമുള്ള ഇറാന്റെ എംബസികളിലുള്ള സോഷ്യൽ മീഡിയ പേജുകൾ, ലോകത്തൊട്ടാകെയുള്ള ഇറാന്റെ സോഷ്യൽ മീഡിയ പേജുകൾ, അവരുടെ ഒഫീഷ്യൽ പേജുകളെല്ലാം തന്നെ പ്രസിഡന്റ് ട്രംപിനെ ട്രോൾ ചെയ്തുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും നിരവധി പോസ്റ്റുകളാണ് ഇട്ടത്. എന്ന് മാത്രമല്ല, ഇറാൻ ഒഫീഷ്യലായിട്ട് ഞങ്ങൾ വെടിനിർത്തലിന് ഇന്നേ വരെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഔദ്യോഗികമായിട്ട് അവരതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രതികരണവുമായിട്ട് വന്നു. ട്രംപ് പറയുന്നത് കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ പ്രസിഡന്റ് ട്രംപ് ലോക പൊട്ടനെന്നൊന്നും പറഞ്ഞാൽ പോരാ, മരപ്പൊട്ടനാണ്. പറയുന്നതിൽ ഖേദമുണ്ട്. കാരണം ട്രംപ് പറയുന്നത് ഇറാന്റെ ന്യൂ റെജീം പ്രസിഡന്റ്, അയാള് താരതമ്യേന മുൻഗാമികളെക്കാൾ വളരെ കുറഞ്ഞ ഒരു തീവ്രതയുള്ള മനുഷ്യൻ, എന്ന് വെച്ചാൽ തീവ്രവാദത്തിൽ വളരെ മയപ്പെട്ട ഒരാളാണ്. പഴയ ആൾക്കാരെ പോലെ അല്ല, കുറച്ച് ബുദ്ധിയൊക്കെ ഉള്ള ഒരാളാണ്. അയാളാണ് വെടിനിർത്തലിന് അപേക്ഷിച്ചത് എന്നാണ്. സത്യത്തിൽ ഇറാനിൽ പ്രസിഡന്റ് മാറിയിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റിന് സാമാന്യ വിവരം പോലും ഇല്ല എന്നാണ് ഇത് തെളിയിക്കുന്നത്. ഇറാന്റെ പ്രസിഡന്റ് അല്ല മാറിയത്, പരമോന്നത നേതാവാണ് മാറിയത്. സുപ്രീം ലീഡർ എന്ന് ഇറാൻ വിളിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ മതപരമായ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പരമാധികാരിയായിട്ടുള്ള പ്രസിഡന്റിനും മുകളിൽ അവർ കാണുന്ന ഒരു വ്യക്തിയാണ് അവരുടെ സുപ്രീം ലീഡർ. ഇപ്പോൾ നേരത്തെ ആയത്തുള്ള അലി ഖമേനി ആയിരുന്നു, ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകനാണ് ആ ഒരു പദവിയിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോഴും ഇപ്പോഴും ഇറാന്റെ പ്രസിഡന്റ് മാറിയിട്ടില്ല, അദ്ദേഹം ജീവനോടെ ഉണ്ട്, അദ്ദേഹത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ ഇറാന്റെ പുതിയ റെജീം പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ട്രംപ് ഉദ്ദേശിച്ചത് പുതിയ അവരുടെ സുപ്രീം ലീഡറിനെ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെയും നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റിനെ ആയിരിക്കാം. അതിനകത്തൊരു സാങ്കേതിക പിശകുണ്ട്. ഇത് ഇറാൻ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതുപോലും അറിയാത്ത ഒരു കിഴങ്ങനാണോ പ്രസിഡന്റ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇറാന്റെ ഒഫീഷ്യൽ പേജസ് ഒക്കെ ഇയാളെ കളിയാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് പച്ച കള്ളമാണെന്ന് ട്രംപിന്റെ ട്വീറ്റ് വന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ട്രംപ് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇറാൻ അങ്ങനെ പ്രതികരിക്കില്ല. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? ലോകം കണ്ട വലിയ കള്ളനാണ് ട്രംപ് എന്നാണ്. പേരും കള്ളനല്ലേ, ഇയാൾ പച്ച കള്ളമല്ലേ പറയുന്നത്. ഈ ഇറാൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ടു എന്ന് അയാൾ പറയുന്നത് കള്ളമല്ലേ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയെയും ഇന്ത്യ ഗവൺമെന്റിലെ നിലവിലെ ഗവൺമെന്റിന്റെയും പ്രവർത്തനങ്ങളിൽ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ മോദിയെ ഇഷ്ടമില്ലാത്തവരുണ്ടാവാം. നിങ്ങൾ പോലും സമ്മതിക്കുന്നുണ്ടാവും ട്രംപ് ഇറാന്റെ കാര്യത്തിൽ പറഞ്ഞത് കള്ളമാണ്, ഇറാൻ എന്തായാലും ട്രംപിന്റെ അടുത്ത് വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല എന്നല്ലേ. പക്ഷേ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ പ്രസിഡന്റ് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ താൻ ഇടപെട്ടു എന്നും വെടിനിർത്തൽ ഉണ്ടായത് തൻ്റെ ഇടപെടൽ കാരണമാണ് എന്നും പറഞ്ഞപ്പോൾ നിങ്ങളിൽ എത്ര പേര് ഇന്ത്യ ഗവൺമെന്റിനെ വിശ്വസിച്ചു? ട്രംപ് പറഞ്ഞത് കള്ളമാണ് എന്ന് നിങ്ങളിൽ എത്ര പേര് പറഞ്ഞു? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് ഈ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ ട്രംപ് ഇടപെട്ടു എന്ന് പറഞ്ഞത് വിശ്വസിക്കുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് അത്തരം കമന്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അവരെപ്പോഴും പറയുന്നത് മോദി കൊണ്ടുവന്ന അമേരിക്കയുടെ മുന്നിൽ കീഴടങ്ങി, ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ട്രംപാണോ, വെടിനിർത്തൽ ആദ്യം പ്രഖ്യാപിച്ചത് ട്രംപാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മോദിക്കെതിരെയും ഇന്ത്യ ഗവൺമെന്റിനെതിരെയും മോശമായ രീതിയിൽ കമന്റ് ഇട്ട് തള്ളിമറിച്ച കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, മലയാളികൾ തന്നെയുണ്ട്. അവരോടാണ് ചോദ്യം. ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളിലും പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും വലിയ കള്ളനാണ് ട്രംപ് എന്നുള്ളത് ഇന്നലത്തെ ഒരൊറ്റ ഇൻസിഡന്റിൽ നിന്ന് തന്നെ ആർക്കും മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇന്ത്യ പാക് വെടിനിർത്തൽ ഉണ്ടാക്കാനായിട്ട് ട്രംപ് ഇടപെട്ടു എന്ന് പറഞ്ഞ് അയാൾ നടത്തിയ പ്രതികരണങ്ങളെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ത്യ ഗവൺമെന്റ് ഇറാനെ പോലെയല്ല, വളരെ ഉത്തരവാദിത്തത്തോടു കൂടി പ്രതികരിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ടും നമുക്ക് അമേരിക്കയുമായിട്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ട്. അത് ട്രംപ് വന്നപ്പോൾ മാത്രം ഉണ്ടായതല്ല. 2000 ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ സമയത്ത് തൊട്ടുണ്ടായ ഒരു ബന്ധം, പിന്നീട് മൻമോഹൻ സിംഗിന്റെ കാലത്ത്, അതിപ്പോൾ ജോർജ് ബുഷ് ആയിരുന്നപ്പോൾ, അമേരിക്കൻ പ്രസിഡന്റ് ബുഷ് ആയിരുന്നപ്പോഴാണെങ്കിലും, പിന്നീട് ഈ പറയുന്ന ഒബാമ വന്നപ്പോഴാണെങ്കിലും മൻമോഹൻ സിംഗും ഒക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻ ബിൽഡ് ചെയ്ത് വരുന്നു. പിന്നീട് മോദി വരുന്ന സമയത്ത് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ട്രംപ് വന്നപ്പോൾ വീണ്ടും അത് അടിപൊളിയായിട്ട് പോകുന്നു. വീണ്ടും ബൈഡൻ വന്നപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നു. വീണ്ടും ട്രംപ് വന്നിരിക്കുകയാണ്. അപ്പോൾ വളരെ കാലങ്ങളായിട്ട് ഇന്ത്യയും അമേരിക്കയും പല പ്രസിഡന്റുമാരുടെ കീഴിൽ പല ചർച്ചകൾ നടത്തി ഒരുപാട് എഫേർട്ട് ഇട്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു റിലേഷനാണ്.
ഈ റിലേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് കമ്മിറ്റ്മെന്റ്സും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇറാൻ പ്രതികരിച്ചതുപോലെ വളരെ മോശമായ രീതിയിൽ ട്രംപിനെ കളിയാക്കിക്കൊണ്ടോ പരിഹസിച്ചുകൊണ്ടോ ഒന്നും ഇന്ത്യക്ക് പ്രതികരിക്കാൻ കഴിയില്ല. ഒരു റെസ്പോൺസിബിൾ രാജ്യമെന്ന നിലയ്ക്കും ഒരു എമർജിംഗ് സൂപ്പർ പവർ എന്ന രാജ്യമെന്ന നിലയ്ക്കും ഇന്ത്യക്ക് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി മാത്രമേ പ്രതികരണങ്ങൾ നടത്താൻ കഴിയൂ. നമ്മൾ ശത്രുക്കളെ ഉണ്ടാക്കാനല്ല, നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് രാജ്യത്തെ കൂടുതൽ ശക്തമാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ ഇന്ത്യ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ നയതന്ത്ര വഴികളിലൂടെ ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിന്റെ സ്പോക്ക് പേഴ്സൺ വന്നിട്ട് പറഞ്ഞു, മൂന്നാമതൊരു ശക്തിയുടെയും ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ട് ചർച്ച നടത്തിയിട്ട്, അതായത് പാകിസ്ഥാന്റെ മിലിറ്ററി വക്താവ് ഇങ്ങോട്ട് വിളിച്ച് വെടിനിർത്തൽ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ത്യ അതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിന് സമ്മതിക്കുകയും ചെയ്തത്. മൂന്നാമതൊരു രാജ്യവും ഇടപെട്ടില്ല എന്ന് പലപ്പോഴായിട്ട് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ പേരെടുത്ത് ആ സമയത്ത് ട്രംപിനെ കുറ്റം പറയാനോ കളിയാക്കാനോ അമേരിക്കയെ പരിഹസിക്കാനോ പോയില്ല. കാരണം ഇന്നിപ്പോൾ ട്രംപ് ആയിരിക്കും, നാളെ മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റ് വന്നാലും നമുക്ക് US-ഉമായിട്ടുള്ള റിലേഷൻ നല്ല രീതിയിൽ പോകണം. മാത്രമല്ല ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ അമേരിക്കയിൽ ജീവിക്കുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ. ലോകത്ത് തന്നെ ഏറ്റവും അധികം ഇന്ത്യക്കാരുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. ഇന്ത്യൻ വംശജരുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. ഇന്ത്യക്കാർ അമേരിക്കയിലെ ഉന്നത പദവികളിൽ പോലും, അമേരിക്കയുടെ ഇന്റലിജൻസ് വകുപ്പിന്റെ തലപ്പത്തൊക്കെ പോലും ഇരിക്കുന്ന ഇന്ത്യക്കാരാണ്. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ അമേരിക്ക റിലേഷൻ മോശമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യക്കാരെയും ബാധിക്കും, അവിടെ ജീവിക്കുന്ന ഇന്ത്യക്കാരുടെ ജീവിതത്തെ കൂടെ അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് ട്രംപിനെ പോലെ ട്രംപ് ഒരു വിവരമില്ലാത്ത ആളാണെന്നും തലയ്ക്ക് വെളിവില്ലാത്ത ആളാണെന്നും ഇന്ത്യൻ ഭരണകൂടം നേരത്തെ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ അയാൾ ചെയ്യുന്ന പോലെ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യക്ക് ഉത്തരവാദിത്തത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ട്രംപിനെയോ അമേരിക്കയോ പേരെടുത്ത് വിമർശിക്കാതെ വളരെ ശ്രദ്ധാപൂർവം ഒരു രാജ്യവും ഇതിൽ ഇടപെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിലെ കുറെ ആളുകളും പ്രതിപക്ഷ നേതാക്കളും ഒക്കെ ഇന്ത്യയുടെ കാര്യങ്ങൾ ട്രംപ് ആണോ തീരുമാനിക്കുന്നത്, 56 ഇഞ്ച് മോദി കൊണ്ടുവന്ന് പണയം വെച്ചു, ട്രംപിന്റെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്നു, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം പറഞ്ഞു. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി അടക്കമുള്ള എല്ലാവരും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ മൂന്നാമതൊരു രാജ്യം ഇടപെട്ടിട്ടില്ല എന്നും. കാനഡയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ട്രംപും തമ്മിൽ ഒരു ഫോൺ സംഭാഷണം നടന്നു. അപ്പൊ ആ സംഭാഷണത്തിൽ ട്രംപ് മോദിയെ തിരിച്ച് ഇന്ത്യയിലേക്ക് പോകുന്നതിന് മുന്നേ അമേരിക്കയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. ആ സംഭാഷണത്തിൽ ആ ക്ഷണം നിരസിച്ചുകൊണ്ട് മോദി ട്രംപിനോട് വ്യക്തമാക്കിയതാണ്, ഒരു രാജ്യത്തിന്റെ ഇടപെടൽ കൊണ്ടുമല്ല ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ വെടിനിർത്തലിന് സമ്മതിച്ചത്, പാകിസ്ഥാൻ നേരിട്ട് വിളിച്ച് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് എന്ന് ഇന്ത്യ പറഞ്ഞതാണ്. എന്നിട്ടും ട്രംപ് എത്ര തവണയാണ്, ഒരു 100 തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ട്രംപ് ഈ ക്ലെയിം വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. കാരണം അയാൾക്കറിയാം അയാൾ പറഞ്ഞത് കള്ളമാണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വീണ്ടും 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 പറഞ്ഞ് താൻ പറഞ്ഞത് സത്യമാണെന്ന് കാണിക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഓരോ തവണ ഇയാൾ പറയുമ്പോഴും മൂന്നാമതൊരു രാജ്യം ഇടപെട്ടില്ല എന്ന് ഇന്ത്യ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ എന്നിട്ടും ഇന്ത്യയിലെ കുറെ ആളുകൾ ട്രംപ് പറഞ്ഞതിനെ വിശ്വസിച്ചു. രാഹുൽ ഗാന്ധിയൊക്കെ ഇന്ത്യൻ എക്കണോമി ഡെഡ് എക്കണോമി ആണെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചിട്ട് അത് സത്യമല്ലേ എന്ന് ചോദിച്ച ആളാണ്, മഹാനാണ്. ഇന്ത്യൻ എക്കണോമി ഡെഡ് ആണെന്ന് ആർക്കാണ് അറിയാത്തതെന്ന് ചോദിച്ച ആളാണ് രാഹുൽ ഗാന്ധി. അപ്പൊ ഇന്ത്യയെ ട്രംപ് എന്ത് കുറ്റം പറഞ്ഞാലും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പല ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരും അത് വിശ്വസിച്ചിട്ട് ട്രംപ് പറയുന്നതിനൊപ്പം നിൽക്കും. ഇപ്പൊ ഇറാന്റെ കാര്യം വന്നപ്പോൾ അവരൊക്കെ ട്രംപ് പറയുന്നത് കള്ളമാണെന്ന് പറയാണ്. അതും ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് പേര് ട്രംപിനെ വിമർശിക്കുന്നുണ്ട്. ട്രംപ് കള്ളമാണ് പറഞ്ഞത്, ട്രംപ് കള്ളനാണെന്ന് വരെ പറയുന്നുണ്ട്. പക്ഷെ ഇന്ത്യയെ ട്രംപ് പറഞ്ഞ സമയത്ത്, ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞതിന് ഇക്കൂട്ടര് വിശ്വസിക്കുകയും ചെയ്തു. അവരോട് തന്നെയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോ ഇറാന്റെ വിഷയത്തിൽ ട്രംപ് പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമാണോ? അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഇന്ത്യയുടെ കാര്യത്തിലും ട്രംപ് പറഞ്ഞത് കള്ളമാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു ട്രംപും ഒരു അമേരിക്ക ഇടപെട്ടിട്ടില്ല, മൂന്നാമതൊരു രാജ്യവും ഇടപെട്ടിട്ടില്ല. ഈ പാകിസ്ഥാന്റെ സൈനിക വക്താവ് വിളിച്ച് കാല് പിടിച്ചുകൊണ്ട് തന്നെയാണ്. പിന്നെ ഇന്ത്യക്ക് യുദ്ധം തുടർന്നു കൊണ്ടുപോകാൻ താല്പര്യമില്ലായിരുന്നു. യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല ഇന്ത്യയുടെ ലക്ഷ്യം. ഇപ്പൊ താൻ കണ്ടില്ലേ ട്രംപ് യുദ്ധത്തിൽ നിന്ന് തടി ഊരാൻ പെടാപ്പാട് പെടുന്നത്. ഇന്ത്യ പാകിസ്ഥാന് കൊടുക്കേണ്ടത് അളന്ന് തൂക്കി കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഈ പരിപാടി നിർത്തിയിട്ട് ഇന്ത്യയുടെ കാര്യം നോക്കാൻ തന്നെയായിരുന്നു തീരുമാനം. ഇന്ത്യ കൊടുക്കേണ്ടത് വേണ്ട വിധത്തിൽ കൊടുത്തപ്പോൾ പാകിസ്ഥാനായിട്ട് തന്നെ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾ ഇനി ഇല്ലേ മതി നിർത്താമെന്നു. ശരി നിർത്താമെന്ന് ഇന്ത്യയും പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇനിയും പഴയ പരിപാടിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കിക്കോ, ഓപ്പറേഷൻ സിന്ദൂർ ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് നിർത്തി വെച്ചിട്ടേ ഉള്ളൂ. ഇതായിരുന്നു ഇന്ത്യയുടെ സ്റ്റാൻഡ് അപ്പോഴും ഇപ്പോഴും. എന്തായാലും ട്രംപ് എന്ന് പറയുന്ന പെരുങ്കള്ളൻ ലോകത്തിന് മുന്നിൽ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഈ യൂണിവേഴ്സിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. നമ്മളൊന്നും ചെയ്യണ്ട, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചെയ്യുന്നതിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ട്രംപ് എന്ന് പറയുന്ന പെരുങ്കള്ളനെ ഇന്ത്യയായിട്ട് ഇവിടെ എക്സ്പോസ് ചെയ്തിട്ടില്ല. ഇന്ത്യ അയാളെ നാണം കെടുത്താൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ അയാൾ നാണം കെടുകയാണ് ഓരോ ദിവസം കഴിയും തോറും.
ഇന്ത്യയെ തകർക്കാൻ നോക്കുന്ന ഓരോരുത്തരുടെയും ഓരോ രാജ്യത്തിന്റെയും ഗതി ഇതൊക്കെയാണ്. അത് യൂണിവേഴ്സിന്റെ ഒരു പവർ എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? എന്തായാലും ഇപ്പോതാ ട്രംപ് ലോകത്തെ തന്നെ ലോകം കണ്ട ഏറ്റവും വലിയ കള്ളനായ പ്രസിഡന്റ് ആണെന്ന് ലോക ജനങ്ങൾ അമേരിക്കക്കാർ തന്നെ തിരിച്ചറിയുകയാണ്. അതിലപ്പുറം ഇനി എന്താണ്? ഇതിലൂടെ ഇത്രയും കാലം ട്രംപ് ഇന്ത്യക്കെതിരെ അടക്കം പറഞ്ഞ സകല കാര്യങ്ങളും പെരും നുണയാണെന്ന് കൂടി തെളിയുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.